ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസിഷൻ മേക്കിംഗ് സ്റ്റൈൽ ഓഫ് മാനേജേഴ്സിലെ 4th പോയിന്റായ കൺസെൻസസ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റൈലാണ്. കൺസെൻസസ് മീൻസ് കമ്മിങ് ടു ആൻ എഗ്രിമെൻറ്റ്. ക്രിയേറ്റിംഗ് കൺസെൻസസ് ഇൻ എ ടീം മീൻസ് ഫൈൻഡിങ് എ ഡിസിഷൻ അക്സെപ്റ്റബിൾ ഇനഫ് ദാറ്റ് ഓൾ ടീം മെമ്പേഴ്സ് ക്യാൻ സപ്പോർട്ട് ഇറ്റ്. അതായത് ഒരു ഡിസിഷൻ എടുത്തതിന് ശേഷം അതിനൊരു പ്രോപ്പറായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുക. എന്നിട്ട് എല്ലാ ടീം അംഗങ്ങളുടെയും സിഗ്നേച്ചറോടുകൂടി ആ അഗ്രിമെൻറ്റിൽ അവർ ഉറപ്പ് വരുത്തുക. വിത്ത് നോ മെമ്പേഴ്സ് ഒപ്പോസിങ് ഇറ്റ്. അപ്പോൾ എല്ലാവരുടെയും തുല്യമായ അഭിപ്രായങ്ങളും എല്ലാം കണക്കിലാക്കി എല്ലാവരുടെയും തുല്യമായ സപ്പോർട്ട് അതിൽ നിർബന്ധമായിട്ടും വേണം. Consensus decision is a decision-making method that involves reaching agreement between all members of a group with regard to a certain issue. In a consensus process, the stakeholders work together to find a mutually acceptable solution. എല്ലാവർക്കും ഒരേപോലെ ശരിയാണെന്ന് തോന്നുന്ന ഒരു ഡിസിഷൻ എടുക്കുക, അതിൽ എല്ലാവരും ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുക. അതാണ് ഇതിൽ വരുന്നത്. കൺസെൻസസ് ബിൽഡിംഗ് പ്രോസസ് റിക്വയർ ആക്റ്റീവ് ലിസണിങ്, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പേഷ്യൻസ്. ഇതിലെല്ലാവരുടെ അഭിപ്രായങ്ങൾ വ്യക്തമായും കേൾക്കണം, ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം, അതുപോലെ ക്ഷമയും അത്യാവശ്യമാണ്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഫ് ഗ്രൂപ്പ്സ് വാണ്ട് ഹൈ ക്വാളിറ്റി ഡിസിഷൻ വിത്ത് സ്ട്രോങ് സപ്പോർട്ട് ഫോർ follow through and they are willing to invest time to create proposal or plan, they will benefit from consensus decision making. Involving all group members in the discussion of issue and making decision together is a powerful process. ഇതെല്ലാവരും കൂട്ടായിട്ട് തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നു. Managers attempt to understand people's perspective and need to ensure they are confirmed and pleased. എല്ലാവരുടെയും അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് മാനേജേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. ഇറ്റ് ഹെൽപ്പ് ടു അവോയ്ഡ് ബിക്കമിങ് ആംഗ്രി ടു പ്രിവെൻറ്റ് ഡിസ്കറേജ്മെൻറ്റ് ഓർ അപ്സെറ്റ്. മറ്റുള്ളവരിൽ ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ അവരെ നിരാശപ്പെടുത്താതിരിക്കാനോ ഇത് സഹായിക്കുന്നു. ഇറ്റ് സോളിഡ് ഈച്ച് പേഴ്സൺസ് ഇൻപുട്ട് ആൻഡ് ഐഡിയ ടു അവോയ്ഡ് ഫീലിംഗ് ഓഫ് എക്സോഷൻ ഓർ ഡിസപ്പോയിൻമെൻറ്റ്. എല്ലാവരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കുന്നതിനോട് തന്നെ അവിടെ ഒരു നിരാശയോ അല്ലെങ്കിൽ ആർക്കും ബുദ്ധിമുട്ടുകൾ അവിടെ അനുഭവപ്പെടില്ല. മാനേജേഴ്സ് വിൽ മീഡിയേറ്റ് ഡിസഗ്രിമെൻറ്റ്സ് ടു ഹെൽപ്പ് ദ ടീം ഫൈൻഡ് യൂണിറ്റി ആൻഡ് സേഫ്റ്റി. അതൊരു ടീമിൻ്റെ ഐക്യം അല്ലെങ്കിൽ അത് യൂണിറ്റിയും ഒരു സേഫ്റ്റിയും അവിടെ ഉണ്ടാവുന്നു. ഗ്രൂപ്പ് മെമ്പേഴ്സ് ട്രൈ ടു സെറ്റിംഗ് എസൈഡ് പേഴ്സണൽ പ്രിഫറൻസ് ഫോർ എ കോമൺ ഗോൾ. കോമൺ ഗുഡ്, അതായത് സ്വന്തമായിട്ടുള്ള പേഴ്സണൽ താല്പര്യങ്ങൾ മാറ്റിവെച്ച് ഒരു ഗ്രൂപ്പായി നിൽക്കുമ്പോൾ അവരുടെ കൂടി താല്പര്യങ്ങൾ മനസ്സിലാക്കാൻ അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. ഈ ട്രൈ ടു മേക്ക് ദംസെൽഫ് അവൈലബിൾ ഫോർ ഡിസ്കഷൻ ഓർ അസിസ്റ്റൻസ്. അതെല്ലാ അംഗങ്ങളുടെയും സഹായവും പിന്തുണയും ലഭ്യമാവുന്നു. ഇറ്റ് ഹെൽപ്പ് ഈച്ച് പേഴ്സൺ ടു കോൺട്രിബ്യൂട്ട് ടു ടീം സക്സസ് വിത്തൗട്ട് ഫേവറിസം. ഇതാരെയും ഫേവറേറ്റ് ആർക്കും ഒരുപാട് താല്പര്യത്തോട് നിൽക്കാതെ അല്ലെങ്കിൽ ഫേവറായിട്ട് നിൽക്കാതെയും എല്ലാ ടീം അംഗങ്ങളെയും ഒരേപോലെ അവരുടെ അഭിപ്രായങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനും ഇത് സഹായിക്കുന്നു. It influences through diplomacy to avoid offending people. അതായത് ആരെയും വേദനിപ്പിക്കാതെ തന്നെ ഒരു തീരുമാനം എടുക്കാനായിട്ട് അവർക്ക് സഹായിക്കുന്നു. ഇറ്റ് ഇഗ്നോർ പേഴ്സണൽ ക്രെഡിറ്റ് ടു റെക്കഗ്നൈസ് അതേഴ്സ്. ഇതെല്ലാവരുടെയും ഓരോ കോൺട്രിബ്യൂഷൻസ് തിരിച്ചറിയുന്നതിലൂടെ ടു അവോയ്ഡ് ബ്ലെയിമിങ് അതേഴ്സ് ആൻഡ് ഫോക്കസ് ഓൺ സൊല്യൂഷൻസ്. മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക അല്ലെങ്കിൽ അവരെ പരാതി പറയുക, പരിഭവിക്കുക, അതൊന്നും ഇല്ലാണ്ട് സൊല്യൂഷനിലേക്ക് ഇവർ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നു. ഇനി ഇതിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാനേജേഴ്സ് ടെൻഡ് ടു ഹോൾഡ് ബാക്ക് ദെയർ ഒപ്പീനിയൻ ടു അവോയ്ഡ് ഡിസ്യൂണിറ്റി, നിഷസ് ദെയർ അതോറിറ്റി ആൻഡ് എബിലിറ്റി ടു ലീഡ് ഫേംലി. അതായത് പല അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കലാണ് ഈ മാനേജേഴ്സിന് അധികാരത്തോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്നു. ദേ അവോയ്ഡ് കോൺഫ്ലിക്റ്റ്. ദെയർ ഫ്രൈറ്റ് മേ ബി ടു ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ വിച്ച് പെർമിറ്റ് underlying trouble to develop and make unity tougher to maintain in the long run. എല്ലാവരെയും തൃപ്തിയാക്കുന്നതിലൂടെ ലോങ് ടേമിലേക്ക് അതൊരു ബുദ്ധിമുട്ടാവും. പാസീവ് മാനേജേഴ്സ് ഓഫൺ മിസ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഓർ സക്സസ്. ചില മാനേജേഴ്സിന് അവരുടെ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവരുടെ സാധ്യതകൾ നഷ്ടപ്പെടാം. They take less initiative when outcome may not sit well with everyone. They struggle with decisions when they fail to achieve
consensus. People may then be reluctant to trust them, especially in tough times. അത് എല്ലാവരുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടാനും അല്ലെങ്കിൽ അത് കുറയാനും ഇത് ഒരു ഇടവരുത്തും. Their indecision limit progress. People's effort to complete assigned tasks. This causes irritation and disengagement. തീരുമാനം എടുക്കാൻ വൈകുന്നതോടുകൂടി അവരുടെ ആ ജോലി പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാനുള്ളത് തടസ്സപ്പെടുന്നു. They fail to offer directive when the team wrongly prioritizes decision. They discredit their own expertise in a misguided attempt to empower their people, which may compromise goals and progress. അതായത് ഒരു ടീം വർക്ക് ആയതുകൊണ്ട് തന്നെ അതൊരു ശരിയായ ദിശയിലല്ല പോകുന്നതെങ്കിലും ആ മാനേജർക്ക് അതിൽ ഇടപെടണോ വേണ്ടയോ എന്നുള്ളൊരു അതിനൊരു മടിയുണ്ടാവും. They disfavor changes, especially if they may disrupt the comforting status or organization may fail behind. അതായത് പഴയ രീതികൾ നമ്മൾ ഫോളോ ചെയ്തു വന്ന രീതികൾ മാറ്റാൻ താല്പര്യപ്പെടാത്തത് അതല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് ആ ഒരു പ്രവർത്തനത്തിനെ കുറച്ച് പിന്നിലേക്ക് ആക്കാം. They ignore their personal needs as they tend to everyone else, thereby inviting fatigue, anger, resentment or burnout. അതായത് ഇത് സ്വന്തം ആവശ്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കൂടുതൽ ഇതിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവർക്ക് അവരുടേതായ പേഴ്സണലായിട്ടുള്ള ക്ഷീണങ്ങൾ ബുദ്ധിമുട്ടുകൾ അതെല്ലാം വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ, ഡയറക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റൈൽ. Directive decision maker typically works out the pros and cons of situation based on what they already know. അതായത് അവർക്ക് അറിയാവുന്ന സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ അനലൈസ് ചെയ്യുക. ഡയറക്റ്റീവ് ഡിസിഷൻ മേക്കേഴ്സ് ആർ വെരി റാഷണൽ ആൻഡ് ഹാവ് എ ലോ ടോളറൻസ് ഓഫ് വാഗ്നെസ്. Their decisions are rooted in their own knowledge, experience and rather than going to other for more information. കൂടുതൽ ഇൻഫർമേഷൻ ശേഖരിക്കാതെ എന്തൊക്കെയാണോ അവരുടെ നോളജുകൾ അല്ലെങ്കിൽ മുൻപരിചയമുള്ളത് എക്സ്പീരിയൻസ് ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഡിസിഷൻ എടുക്കുന്നത്. ഡയറക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് occur when the decider bases their decisions on the information by process from previous experience and knowledge of the situation without seeking additional data, outside information or expert advice. പുതിയ ഡാറ്റാസ് കളക്ട് ചെയ്യാതെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാതെ എക്സ്പെർട്ട് അഡ്വൈസ് ഇല്ലാതെ അവരുടെ മുൻപരിചയം വെച്ചിട്ട് പെട്ടെന്ന് എടുക്കുന്ന ഡിസിഷൻസാണ് ഡയറക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്. ഡയറക്റ്റീവ് ഡിസിഷൻ മേക്കേഴ്സ് ചൂസ് ടു മേക്ക് ഡിസിഷൻ ദംസെൽവ്സ്. അവർ സ്വയമായിട്ട് ഡിസിഷൻ എടുക്കുന്നു. യൂസ് പാസ്റ്റ് ഡാറ്റ ആൻഡ് പ്രൊസീജിയർ ഇൻസ്റ്റെഡ് ഓഫ് ട്രൈങ് ന്യൂ വേസ്. പുതിയ വഴികൾ തിരഞ്ഞെടുക്കാതെ പാസ്റ്റ് ഡാറ്റാസും ഇൻഫർമേഷൻസും ഒക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസ് ഉപയോഗിച്ചിട്ട് അവർ ഡിസിഷൻസ് എടുക്കുന്നു. പ്രയോറിറ്റൈസ് സ്പീഡ് ഓഫ് ആക്ഷൻ. പെട്ടെന്ന് ചെയ്തു തീർക്കാനായിട്ടാണ് അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ബി സ്ട്രെയിറ്റ് ഫോർവേഡ് ഇൻ ദെയർ തോട്ട് പ്രോസസ്. അവോയ്ഡ് ആംബിഗ്യൂറ്റി. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡയറക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ഈസ് എ പെർഫെക്റ്റ് ഓർ ക്വിക്ക് റിക്കറിംഗ് ഓർ ഷോർട്ട് ടേം ഡിസിഷൻ. പെട്ടെന്ന് എടുക്കേണ്ട ഡിസിഷൻ വരുന്ന സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. ഡയറക്റ്റീവ് ഡിസിഷൻ മേക്കേഴ്സ് ഡു നോട്ട് ഫ്രീക്വൻറ്റ്ലി സീക്ക് എക്സ്ട്രാ ഡാറ്റ ഓർ കൺസിഡർ ഔട്ട്സൈഡർ ഇൻപുട്ട്. ദ പ്രോസസ് ഈസ് ലോ എഫേർട്ട് വിച്ച് റെഡ്യൂസസ് ഡിസിഷൻ എക്സോഷൻ. അധികം ബുദ്ധിമുട്ടുകൾ ഇല്ല, എഫേർട്ട് വളരെ കുറവാണ്. ദിസ് മെത്തേഡ് മെയിൻറ്റെയിൻ impetus rather than company in endless discussion. Decision maker doesn't seek feedback, so there are a few overlapped conflict to deal with. The simplicity of the decision make easy to evaluate after the fact. Accountability for the final decision is very clear. The disadvantages: this method lack of consultation process can push away stakeholders. Solution may be unrealistic because the decision makers are disconnected from their ground reality. അതായത് ഇവർ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിനാരിയോ മനസ്സിലാക്കാതെ പഴയ എക്സ്പീരിയൻസ് വെച്ചിട്ട് എടുക്കുന്ന ഡിസിഷൻ ആയതുകൊണ്ട് അത് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ദിസ് മെത്തേഡ് ക്യാൻ ലീഡ് ടു ഓട്ടോക്രാറ്റിക് തിങ്കിങ്. ഔട്ട്കം ടെൻഡ് ടു ബി കൺവെൻഷനൽ. ഡ്യൂ ടു ലാക്ക് ഓഫ് എക്സ്റ്റേണൽ ഇൻപുട്ട് ഡിസിഷൻ മേക്കർ മേ ബേസ് സൊല്യൂഷൻ ഓർ ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ. പ്രോപ്പർ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടാൻ സാധ്യതയില്ല. The decision maker run the risk of oversimplifying complex situation. This type of decision making is also unsuitable if the managers are
managing highly skilled and independent workers who want creative freedom. Cognitive decision-making style. Decision-making cognitive style play a crucial role in influencing strategic decision-making process. Decision-making is a high-level cognitive process based on cognitive processes like perception, attention, and memory. Real-life situations require series of decisions to be made, with each decision depending on the previous feedback from potentially changing environment. അതായത് റിയൽ ലൈഫ് സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യാൻ അല്ലെങ്കിൽ ഫേസ് ചെയ്യാനുള്ള ഡിസിഷൻസ് ആണ് ഇത്. അതായത് ഇത് പ്രീവിയസ് ആയിട്ട് നമുക്കിപ്പോൾ ഒരു പ്രശ്നം വന്നു, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി, ആ ഒരു സൊല്യൂഷൻ നമുക്കിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ള ഒരു രീതിയിൽ തീരുമാനമെടുക്കാം. The specific individual difference of interest is cognitive style. This is relevant to decision making teams because cognitive style in a manner which individuals gather and access information. Cognitive style is a manager's typical manner of acquiring, organizing and processing information. കോഗ്നിറ്റീവ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റൈലിൽ തീരുമാനമെടുക്കുന്ന മാനേജർ അവരുടെ മുൻപരിചയം അല്ലെങ്കിൽ അനുഭവങ്ങൾ, അവരുടെ ഓർമ്മശക്തി, അതെല്ലാം ഇപ്പോഴും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. Decision making consists of skills that seem to be related cognitive styles. Identify possible options, possible consequences, evaluating desirability of each consequences, likelihood of each consequence and making a choice using the decision. അതായത് ലഭിക്കുന്ന എല്ലാ വിവരങ്ങളും വിലയിരുത്തിയിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് മനസ്സിലാക്കി അതിൽ നിന്ന് ഒരു നല്ല ഡിസിഷൻ എടുക്കുന്നു. ഒരു പുതിയൊരു പ്രൊജക്റ്റ് ഒരു മാനേജർക്ക് തുടങ്ങണമെങ്കിൽ അവർക്ക് ഇതിന് മുമ്പുള്ള എക്സ്പീരിയൻസ് സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് അത് വിലയിരുത്തുകയും അതിൽ നിന്നും പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ട് അവർക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നു.